രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. പിണറായിയെ രക്ഷിക്കുവാൻ കേക്കച്ചൻ ഒരുക്കിയ വ്യാജ ബലാത്സംഗ പരാതിയിന്മേൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLA നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കും. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഹർജിയിൽ വിശദമായ വാദം ഇന്ന് കേൾക്കുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ ജാമ്യം നിഷേധിച്ച ഒന്നാമത്തെ വ്യാജ ബലാത്സംഗ പരാതിയിന്മേലാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹർജിയിൽ തീർപ്പാക്കുന്നതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് കോടതി ഇന്നുവരെ നീട്ടിയിരുന്നു. പരാതിക്കാരിയുമായി തനിക്ക് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും രാഷ്ട്രീയ വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്നുമാണ് രാഹുലിൻ്റെ വാദം. എന്നാൽ ലൈംഗികാതിക്രമത്തിനും നിർബന്ധിത ഗർഭചിത്തത്തിനും MLA മുതിർന്നുവെന്നും ഇതിന് മതിയായ തെളിവുകൾ ഉണ്ടെന്നുമാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. കേസ് ഡയറിയും അന്വേഷണ പുരോഗതിയും സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കണം. അതേസമയം രാഹുലിന് രണ്ടാമത്തെ വ്യാജ ബലാത്സംഗ പരാതിയിന്മേൽ തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇത് കൃത്യമായ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. തിടുക്കമൊന്നും വേണ്ട, ക്രിസ്മസ് വെക്കേഷന് ശേഷം ഈ കേസ് പരിഗണിക്കാം എന്നതാണ് ഹൈക്കോടതിയുടെ നിലപാട്. ഇന്നത്തെ വാദത്തിന് ശേഷം ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കത്തിനാണ് പോലീസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടി ഉണ്ടാകുമായിരുന്നു എങ്കിൽ കേക്കച്ചനും സംഘവും ഇതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തലയിൽ കെട്ടുമായിരുന്നു. എന്നാൽ ചരിത്ര വിജയം ജനങ്ങൾ UDFന് സമ്മാനിച്ചതോടെ രാഹുൽ വിഷയം ജനങ്ങൾ പുച്ഛിച്ചു തള്ളി എന്ന് തെളിഞ്ഞു. രാഹുലിനെ വേട്ടയാടിയ അന്തംകമ്മി വിജയന് ജനങ്ങൾ കനത്ത പ്രഹരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൽകി. അതോടെ കേക്കച്ചനും ഇപ്പോൾ മിണ്ടാട്ടമില്ല. രാഹുലിനെ ഒതുക്കുവാൻ ശ്രമിച്ച കേക്കച്ചനെതിരെ ജനരോക്ഷം ഇപ്പോഴും ആളിക്കത്തുകയാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് മിഷൻ 250യുടെ 66ാം ദിനം ലഭിച്ച പ്രതികരണങ്ങൾ കേൾക്കുക. ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ്. ഞാൻ സാറിന്റെ ഈ എല്ലാ പ്രവർത്തനത്തെ ഓർത്ത് സന്തോഷിക്കുക. എന്റെ എബ്രഹാം ഐസക്. ഞാൻ പ്രായമുള്ളൊരു വ്യക്തിയാണെങ്കിലും ഞാൻ ചെറുപ്പം മുതലേ കോൺഗ്രസിന് വേണ്ടി ജീവൻ കളയുന്നതാണ്. ആൺകുട്ടത്തിന്റെ വളർന്നു വരുന്ന ഒരു പയ്യനെ അമ്മമാർക്ക് അടിച്ചു ഇരുത്തണം. അതുവേണ്ടിയാണ് പിന്നെ ഈ പിണറായിയും എല്ലാം കൂടെ കേക്കച്ചന് ഇതെല്ലാം കൊടുത്ത് അവന് വേണ്ടി അന്ന് നശിപ്പിക്കാൻ തോന്നുന്നത്. അതുകൊണ്ട് അവനെ നിങ്ങൾ വേണം രക്ഷിക്കാൻ. ഞങ്ങൾ എപ്പോഴും സപ്പോർട്ടുണ്ട്. നമുക്കിത് ജനങ്ങളുടെ മുന്നിൽ ഈ സത്യങ്ങൾ എത്തിക്കാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്. എത്തിക്കണം. പിന്നെ ഇവന്റെ ഒക്കെ നമ്പർ എന്തായാലും എനിക്ക് ഞാൻ ഇവനൊക്കെ ഒന്ന് വിളിച്ച് നേരിട്ട് സംസാരിക്കാൻ. ആരെയാ? കേക്കച്ചനെയും മുരളിയെയും പിന്നെ രമേശിനെയും ഒക്കെ. ഈ വൃത്തികെട്ടന്മാരുടെ നമ്പർ നമ്മൾ ഫോണിൽ പോലും സൂക്ഷിക്കത്തില്ല. ശരി. ഞാൻ സാറിന്റെ ഈ ഇതെല്ലാം ദിവസവും കേൾക്കുന്നുണ്ട്. ഇത് ജനങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലായില്ല. ഇത് അതെ, മനസ്സിലായി. ഞാൻ ആദ്യം മുതലേ ഞാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട് എതിർപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട് ഞാൻ എതിർപ്പ്. ഞാനൊരു മണ്ഡലം സെക്രട്ടറിയാണ്. ഇവിടെ ഓതറ മണ്ഡലം സെക്രട്ടറിയാണ് ഞാൻ. അപ്പൊ ഈ കോൺഗ്രസ് ചെറുപ്പം മുതലേ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. എനിക്ക് കൂടുതൽ സ്ഥാനമാനത്തിനല്ല. ഇന്ന് കോൺഗ്രസിന്റെ മൊത്തം അല്ലെങ്കിൽ ഈ വിജയത്തിന്റെ മൊത്തം ക്രെഡിറ്റ് ഇവനാണ് ലീഡർ എന്ന് പറഞ്ഞ് ഇവൻ കിടന്ന് മുന്നിൽ നിന്ന് കളിക്കുന്നത് എന്ത് തോന്നുന്നു? നിങ്ങൾ പ്രവർത്തകർക്ക് എന്ത് തോന്നുന്നു? അത് സാർ നമ്മുടെ പാർട്ടി നേതാക്കന്മാരൊന്നും അനങ്ങാതിരിക്കുന്നത് എന്തോ ഇത്? ഇവനെ പേടിച്ചിട്ടാണോ? അത് പേടിച്ചിട്ടാണോ? പിന്നെ അടുത്ത സീറ്റ് കിട്ടുന്നത് ഇവനാണ് സീറ്റ് കൊടുക്കുന്നത്. ഇവന്റെ തന്തയുടെയാണ് എന്ന് കേരളം. എല്ലാ നേതാക്കന്മാരും പേടിച്ച് വാലി ചുരുട്ടി നിൽക്കുക. അതെ, ഈ നേതാക്കന്മാർ എന്താ ഇവന്റെ തേൻകണിയിൽ എല്ലാവരും വീണിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ ഇതുപോലെ രാഹുൽ മാങ്കുട്ടത്തിലിനെ ഒതുക്കിയ പോലെ എല്ലാവരും ഇതുപോലെ ഇവൻ പെണ്ണ് കെട്ടിപ്പെടുത്തും. അല്ല സാറേ, പിന്നെ വിജയനോട് അതിന്റെ വീതം കിട്ടിയതെല്ലാം അവന്മാർക്കും കൊടുത്തു കാണും. അതാണ് എന്റെ സത്യാവസ്ഥ. അല്ലെങ്കിൽ അത് അവന് അനങ്ങാതിരിക്കും. നേരത്തെ എന്തോ ഒരു ഉജ്ജ്വലസ്വരമായിട്ട് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഒന്നും അനക്കമില്ലാതിരിക്കുന്നത്. അതാ ഇവന്റെ വീതം അമ്മമാർക്കെല്ലാം കിട്ടിക്കാണും. മുരളി നേരത്തെ ഒക്കെ ഞാൻ ഓർത്തു ഇവിടെ നല്ല നേതാവാണെന്ന് വെച്ചാൽ ഇവന് തിരുവനന്തപുരം തോറ്റ ഈ മുരളി ഇന്നുണ്ടോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയാണ് തിരുവനന്തപുരം BJP പോകത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും പോകത്തില്ല. അത് നമുക്ക് കോൺഗ്രസിന് വലിയൊരു അടിയായി പോയി BJP പോയത്. അത് ഇവൻ നിന്നുകൊണ്ടാ. ഇവനല്ലായിരുന്ന വേറൊരു വ്യക്തിയായിരുന്നെങ്കിൽ കോൺഗ്രസ് ഈസിയായിട്ട് ജയിച്ചതിനായിരുന്നു.
അല്ല, ഇവന്മാര് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചതല്ലാതെ പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇവന്മാർ എന്തെങ്കിലും വാവിളിച്ചോ? സാറേ, പോയെങ്കിൽ നമ്മൾ ശരി സമ്മതിച്ചു. ഇങ്ങനെ പോയെങ്കിൽ നമ്മുടെ പാർട്ടി നശിക്കുകയല്ലേ, നമുക്കൊരു ഭരണം നഷ്ടപ്പെടുകയില്ലേ നമുക്ക് ഈ 5 വർഷം കൊണ്ട്. കേക്കച്ചൻ എന്താ നഷ്ടം? കേക്കച്ചൻ അവനെ മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്ത് നിർത്തുമോ? ഇനി UDF കൂടുമ്പോ അവനെ പ്രതിസ്ഥാനത്ത് നിർത്തുമോ ഇനി പ്രതിപക്ഷം നേതാവായിട്ട്? അല്ല, അവൻ ജയിച്ചെങ്കിൽ വേണമല്ലോ നിൽക്കാനേ. അവന്റെ വാർഡ് പോലും, അതായത് സ്വന്തം വാർഡിൽ പോലും UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ശേഷിയില്ലാത്തവനാണ് കോൺഗ്രസിനെ നയിക്കാൻ നടക്കുന്നത്. സാറേ, അവനെ പറവുള്ള അവൻ എവിടെ കൊണ്ട് നിർത്തിയാലും അവനെ തിരിച്ച് തോൽപ്പിക്കണം. കെട്ടിവെച്ച പണം അവന് കിട്ടരുത്, അതുകൊണ്ട് തോൽപ്പിക്കണം. ഞാനിവിടെ ഓതറ മണ്ഡലത്തിൽ ശക്തമായിട്ട് പറയുന്നുണ്ട്. അവന്റെ ഈ പ്രവർത്തനം അഭിനന്ദിക്കുന്നു. ഇനിയും മുന്നോട്ട് ഒട്ടും കുറയാതെ ജനങ്ങളെ കംപ്ലീറ്റ് അറിയിക്കണം. ഇനി ഇത് കായംകുളം ആരാനുള്ള കാരണം ഈ പുള്ളിയെ ഒരിക്കലും മാറ്റാൻ ആരും അനുവദിക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിന് നല്ലൊരു മനുഷ്യനാണ്. ഭാവിയുള്ളതോ നമുക്ക് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി എപ്പോഴും വിളിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റാൻ സമ്മതിക്കരുത്. ഈ അപവാദ കഥകളൊക്കെ പറഞ്ഞിട്ടും ജനങ്ങളുടെ ഒരു നിലപാട് എന്താ? രാഹുലിനെ ജനങ്ങൾ വെറുക്കുന്നോ അതോ ഇഷ്ടപ്പെടുന്നു? ഇഷ്ടപ്പെടുന്നു, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന. ഈ കേക്കച്ചൻ ചെയ്ത നിലപാടിനോട്, ഇവന്റെ നിലപാട് എന്ന് പറഞ്ഞ ചെയ്ത ഈ പ്രവൃത്തിയോട് ജനങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ട്? കേരളത്തിന് മോശം. കേരളത്തിന് പ്രതിപക്ഷത്തെ കയറിയല്ല. രമേശനല്ലേ സുധാകരനൊക്കെ ആണെങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോക്കത്തില്ലായിരുന്നു, ഒന്നും ആക്കത്തില്ലായിരുന്നു. കേക്കച്ചൻ പോരാ. സുധാകരൻ സാറാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതായത് ഇപ്പൊ ഈ രാഹുൽ വിഷയം ആളി കത്തിച്ചപ്പോൾ കോൺഗ്രസിന് എന്തെങ്കിലും നാശം ഉണ്ടായാൽ അത് ഇവന്റെ മണ്ടലിൽ വെച്ച് കെട്ടാമെന്ന് കരുതിയപ്പോ പാളിയില്ലേ? കേക്കച്ചന്റെ പദ്ധതി പാളിയില്ലേ? അവന് ഇഷ്ടം പോലെ ഉണ്ടാക്കിയില്ലേ? മുഖ്യമന്ത്രി കൂട്ടല്ലേ അവനും? മുഖ്യമന്ത്രി കൂട്ടം അവന് ഇഷ്ടം പോലെ ഉണ്ടാക്കുകയില്ലയോ? പാർട്ടിയുടെ കൂറൊന്നും ഇല്ലല്ലോ. കോൺഗ്രസ് പാർട്ടി എന്നും പറഞ്ഞ ഒരു കാസർഗോഡ് ഉപ്പിട്ടാണ് നടക്കുകയില്ലയോ? ഇപ്പൊ ജയിച്ചത് മാത്രം അവനെ പിടിക്കാനും പറഞ്ഞില്ലോ. ഈ പുതിയ തലമുറ കയറി വന്നാലേ ഈ പാർട്ടിക്ക് ഒരു നിലനിൽപ്പുള്ളൂ. ഇത് സ്വന്തമായിട്ട് കസ്റ്റഡി വെച്ചുകൊണ്ട് വേറെ ആർക്കും കൊടുക്കത്തുമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനൊരു പ്രത്യേക മാറ്റം വരുത്തണം. എങ്കിലേ അടുത്ത തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പറ്റത്തുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.